ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ പർച്ചേസിങ്ങിൻ്റെ തലേ ദിവസം രാത്രി വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഉമ്മ ഇങ്ങനെ കാത്തു നിന്നിട്ട് നമുക്ക് താണ്ടെ ഉമ്മമാരെ ഭക്ഷണം അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണല്ലോ. ചോറ്, അവിയൽ, മീൻകറി, മോരുകറി, പിന്നെ മാങ്ങാച്ചാറ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മീൻ പൊരിച്ചതൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചു ഗൈസ്. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വെളുപ്പിനിറങ്ങി. ഒരു 4:40 ആയി കേട്ടോ ടൈം. ആ ഒരു ടൈമിങ്ങിലാണ് നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നാലേ അപ്പം നമ്മുടെ വീട്ടിൽ നിന്നും കൂടി ഇറങ്ങിയിട്ട് അങ്ങനെ പോകുമ്പോൾ ഭയങ്കര ദൂരമായി പോകും. ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് സ്റ്റേ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് വലിയ ദൂരമില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ വെളുപ്പിനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊന്നും ആരുമില്ല കേട്ടോ. പിന്നെ നമ്മൾ നീണ്ടകരയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ആളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഇച്ചിരി കൂടി വെളുത്ത സമയത്ത് ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. അങ്ങനെ വിളിച്ചിട്ട് ചായ കുടിക്കൂ കുട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ചായ മേടിച്ച് തന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കണ്ണും തിരുമ്മി ഇങ്ങനെ എണീക്കുകയാണ്. ഞാൻ വണ്ടി കയറിയ നല്ല ഉറക്കമാണ് ഗൈസ്. ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ട്രോൾ എത്തിയപ്പോഴത്തേക്കും ഇക്ക പറഞ്ഞു ഇനിയെങ്കിലും ദയവ് ചെയ്ത് നീ ഉറങ്ങല്ലേ എന്ന് പറഞ്ഞു ഗൈസ്. അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ദയവ് ചെയ്ത് ഉറങ്ങല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഗൈസ് എനിക്ക് വീണ്ടും ഉറക്കം വരുന്നു. ഇനിയും ദൂരമുണ്ട് കേട്ടോ പർച്ചേസിങ്ങിന് പോകാനായിട്ട്. ഏകദേശം നമ്മൾ എത്താറായി വരുന്നതേ ഉള്ളൂ. അപ്പം അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പിന്നെ ആ ട്രോൾ എത്തിയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജ് ഉണ്ടായിക്കൊണ്ടിട്ട് നമ്മളും അവിടെ നിന്ന് മൂവായി. പിന്നെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഓഫീസ് ടൈമാണ് ഗൈസ് കേട്ടോ. ഓഫീസ് ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്, അത്യാവശ്യം നല്ല തിരക്കാണ്. എല്ലാവരും ഇങ്ങനെ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അങ്ങനെ നമുക്ക് കാപ്പി കുടിക്കാനായിട്ട് ഞങ്ങൾ ഡെയിലി ഫസ്റ്റിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ ഒരു സ്റ്റാറ്റേഴ്സ് കിച്ചൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുത്തെ ഫുഡ് സൂപ്പർ ഫുഡാണ് ഗൈസ്. ചൂടോടുകൂടി നമുക്കെല്ലാം കൊണ്ടുതരും കേട്ടോ. അപ്പം നമുക്ക് അതുകൊണ്ടിട്ട് നമുക്ക് വീണ്ടും വരാനും തോന്നും. പിന്നെ നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. അങ്ങനെ നമ്മൾ പോയി ഹാൻഡൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറുകയാണ് ഗൈസ്. അങ്ങനെ അവിടെ പോയി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു. അപ്പം അവർ ചോദിക്കുക എനിക്ക് എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ കഴിക്കാൻ. അപ്പോൾ അകത്തോട്ടിരിക്കാൻ പറഞ്ഞു. നമ്മൾ പുറത്തിരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പം അകത്തോട്ട് ആളിരിപ്പുണ്ട്, നമ്മൾ പുറത്താണ് ഇരുന്നത്. നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ അവിടുത്തെ ദോശയും പിന്നെ ദോശയുടെ കൂടെ തന്നെ അവർ ചട്നി, സാമ്പാർ, പിന്നെ ഒരു വെറൈറ്റി കളറുണ്ട് കേട്ടോ, ഒരു ഓറഞ്ച് കളർ ഒരു ചട്നിയുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞുകൂടെ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പർച്ചേസിങ്ങിന് വരുമ്പോൾ എപ്പോഴും ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ അവിടെ വന്നിരുന്നു, എല്ലാമൊക്കെ കൂട്ടി നല്ല രീതിക്ക് കഴിച്ചു. അപ്പോൾ ഇക്കറിന് കോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ചായ കുടിച്ചേ കൊണ്ടിട്ട് എനിക്ക് കോഫിയോട് അത്ര ഒരു യോജിപ്പില്ലായിരുന്നു. പക്ഷേ സൂപ്പറായിരുന്നു ഗൈസ്, അടിപൊളി കോഫി ആയിരുന്നു. അങ്ങനെ ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല രസമായിരിക്കും, നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ദോശയും കറിയും ഒക്കെ കൂട്ടി കഴിക്കുകയാണ് ഗൈസ്. പിന്നെ കോഫി കൊണ്ടുവന്നപ്പോൾ കറിഞ്ഞ് ഒന്ന് കുടിച്ച് നോക്കാൻ പറഞ്ഞു. കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ഈ ചട്നിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ് സാമ്പാറിനൂടെ കൂട്ടാൻ. പിന്നെ അതിനുശേഷം നമ്മുടെ സ്ഥിരം പരിപാടി തന്നെയാണ് സെൽഫി എടുക്കും. ഇങ്ങനെ എടുത്ത് പിന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നിടത്ത് വന്നു. പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് വന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ കയറിയിട്ട് ഒരു സോഡ ലൈമൊക്കെ മേടിച്ച് കുടിച്ചു ഗൈസ്. അത് കുടിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഡയും കൂടി ഒഴിക്കുമ്പോൾ നമുക്കൊരാശ്വാസമാണല്ലോ. അങ്ങനെ പിന്നെ അതിനുശേഷം ബില്ലിടാനായിട്ട് ഇക്കായാണ് പോയത്. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. പിന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ ഇത്തിരി കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ദാഹമാണല്ലോ വെയിലത്ത് ഇങ്ങനെ നടന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു വെജ് റോള് മേടിച്ചു, അതേപോലെ തന്നെ ഒരു ലൈമും കൂടി മേടിച്ചു ഗൈസ്.